ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം നേടിയപ്പോൾ LDFന് കനത്ത തിരിച്ചടിയാണുണ്ടായത്. 102 സീറ്റുകളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സ്വന്തമാക്കിയത്. CPM നയിക്കുന്ന ഇടതുമുന്നണി വെറും 35 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 10 വർഷം നീണ്ട ഭരണത്തിന്റെ ബാക്കി പത്രമായിരുന്നു ഈ നാണം കെട്ട തോൽവി. ഒരു രാജ്യസഭാംഗത്തെ ജയിപ്പിക്കാനുള്ള അംഗബലം പോലും LDFന് ഇക്കുറി ലഭിച്ചിട്ടില്ല എന്നതോർക്കണം. കേരള നിയമസഭയിൽ ഒരു രാജ്യസഭാംഗത്തെ ജയിപ്പിക്കാൻ കുറഞ്ഞത് 36 വോട്ടുകളാണ് വേണ്ടത്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ DMK അധികാരം നിലനിർത്തുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ വമ്പൻ അട്ടിമറി നടത്തി വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടി അധികാരം പിടിച്ചു. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ TVK 108 സീറ്റ് നേടി. എന്നാൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. രൂപീകരിച്ച് 2 വർഷം പോലും തികയാത്ത ഒരു പാർട്ടിയാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തിയത്. DMK 59 സീറ്റുകളിലേക്ക് ഒതുങ്ങി. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പാർട്ടിയും മുൻ പ്രതിപക്ഷവുമായ ADMKയ്ക്ക് 47 സീറ്റുകളാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തമിഴകത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്നതാണ് നാം കണ്ടത്. DMK സഖ്യത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതു പാർട്ടികളും VCKയും വിജയ്ക്ക് പിന്തുണ കൊടുത്ത് സർക്കാർ രൂപീകരിച്ചു. അധികാര തർക്കത്തെ തുടർന്ന് ഏറെക്കാലമായി പുകഞ്ഞുകൊണ്ടിരുന്ന ADMK പിളർന്നു. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കെതിരെ സംഘടിച്ച 25 MLAമാർ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ വിജയ്ക്ക് അനുകൂലമായി വിശ്വാസ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ 3 പേർ ഇപ്പോൾ രാജിവെച്ച് മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് TVKയിൽ ചേർന്നിരിക്കുകയാണ്. ഇനി ഈ 3 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ TVK സ്ഥാനാർത്ഥികളായി ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അത് വിജയ്ക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകും. എന്തായാലും പ്രതിപക്ഷ കക്ഷിയായ ADMKയുടെ നിയമസഭയിലെ അംഗബലം 44ആയി കുറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വിമതപക്ഷത്തുള്ള കൂടുതൽ ADMK MLAമാർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇടഞ്ഞു നിൽക്കുന്നവരെ വിജയ് തന്നെ രാജിവെപ്പിച്ച് സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതാണോ എന്ന സംശയവും ഇല്ലാതില്ല. എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ TVK ഉജ്ജ്വല ജയം നേടുമെന്നാണ് വിലയിരുത്തൽ. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വിജയ് കത്തിക്കയറുകയാണ്. വിജയുടെ ഓരോ നടപടികളെയും തമിഴ് ജനത കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത്.